അതർവൈസ് യു ആർ കോൺഫിഡൻറ്റ്, യു ആർ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. അതേസമയം തന്നെ എന്ത് പകർച്ചവ്യാധി വന്നാലും അത് കേരളത്തിലെ ആൾക്കാരെ ഉപദ്രവിക്കാതെ പോവുക. ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. റവന്യൂ വളരെ കുറവാണ്. എല്ലാം ഹിന്ദിയിലാക്കി, അതൊരു പോളിസി ചേഞ്ച് ആണ്. ആ വാക്ക് ഉപയോഗിക്കരുത്. ഉണ്ട് മെഡിസിൻസ്, പക്ഷെ അത്ര എഫക്റ്റീവ് അല്ല. ഭയങ്കര അക്കൗണ്ടബിൾ ആണ്. എന്ത് വന്നാലും പെട്ടെന്ന് എല്ലാവരും അറിയും. കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ നടന്നു. What are the sources of revenue? What are the sources of expenditure? What are the major heads of expenditure? ആയുഷ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ആയുഷിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക സബിനയ്ക്ക്. പെണ്ണില ചന്ദനക്കിട എന്നൊരു പാട്ട് കിട്ടും. ഒന്നിൽ ഇങ്ങനെ തലയാട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ തലയാട്ടണം. സബിനയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്തിനെ സബിന ഒരു വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. അതേതായിരിക്കും? അപ്പം പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഇത്രയും പെട്ടെന്നൊരു ജോലി മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ ഏറ്റവും സമഗ്രമായി ഒരു PSC പ്ലാറ്റ്ഫോം നടത്തുന്ന മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. യഥാർത്ഥ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം, വിദഗ്ധരുടെ വിലയിരുത്തൽ, കൃത്യമായ ഫീഡ്ബാക്ക്. നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കാൻ PK ലേണിംഗ്സ് പങ്കുവയ്ക്കുന്നു സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. Take your seat. Thank you, ma'am. Shabna. Okay. Give an introduction of you. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്, അരുവിക്കര. എൻ്റെ പേര് സബ്ന NS. ഞാൻ പഠിച്ചത് BAMS ആണ്. ആയുർവേദ ഡോക്ടറാണ് ഞാൻ. പിന്നെ ചില സാഹചര്യത്തിൽ PSCയിലോട്ട് വന്നതാണ്. ട്രിവാൻഡ്രം ആയുർവേദ കോളേജിലാണ് പഠിച്ചത്. പിന്നെ വീട്ടിൽ ഫാദർ, മദർ, എൻ്റെ മക്കളും ആണുള്ളത്. ഇപ്പോൾ 2 വർഷമായിട്ട് PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ കറൻ്റ്ലി വർക്കിംഗ് ചെയ്യുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ക്ലിനിക്കിൽ പോയിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് എക്സാം ആയപ്പോൾ പിന്നെ അതുകൊണ്ട് നിർത്തി. ഓക്കെ. അപ്പോൾ BAMS ഒക്കെ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സെക്രട്ടേറിയറ്റിൽ ഒരു തസ്തികയിലേക്ക് വരണമെന്ന് വിചാരിച്ചത്? ഞാൻ ശരിക്കും BAMS കഴിഞ്ഞിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിൽ ഒരു ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ക്ലിനിക്കിൽ എനിക്കുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോർ, വൈദ്യരക്കുന്ന ഒരു ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് പുള്ളിക്കാരൻ ആക്സിഡൻറ്റിൽ മരിച്ചത്. ഈ ജനുവരി 1 ആയപ്പോൾ 2 വർഷമായി. അപ്പം പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ഇതെല്ലാം നിർത്തിയിട്ട് എൻ്റെ പാപ്പായും ഉമ്മയുണ്ട്. അവരെ കൊണ്ട് കുട്ടികളെ എൻ്റെ ഫാദർ 68 വയസ്സായി. 68 വയസ്സ് പ്രായമാണ്? അല്ലല്ല, പുള്ളി ജോലിക്ക് പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് 4 കുട്ടികളാണ്. അപ്പം ഞാൻ വീട്ടിൽ ഒതുങ്ങിക്കൂടിയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്നൊരു ജോലി മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് പുള്ളിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് 43-ാമത്തെ ദിവസം ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങി. ഓക്കെ. അപ്പോൾ ഈ ദൈവം തന്നോട് കൂടെയുണ്ട്, തൻ്റെ ജീവിതത്തിൽ വിജയം വരും, 4 കുട്ടികളെയും മിടുക്കരാക്കാൻ പറ്റും. ഓക്കെ. അപ്പം നമുക്ക് കുറച്ച് സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിക്കണ്ടേ? പഠിച്ചാലല്ലേ ഈ ടെസ്റ്റൊക്കെ പാസ്സാകാൻ പറ്റും. ഈ 2025-26 ബജറ്റിൽ കൃഷിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഹൗ മച്ച് ഈസ് ദ എമൗണ്ട് set apart for agriculture and allied activities in the budget 2025-26? ഒന്നുകൂടെ പറയണോ? വേണ്ട മാം, മനസ്സിലായി. കാർഷിക മേഖല അറിയില്ല, സോറി മാം. സോറി അല്ലേ? നമ്മുടെ കാർഷിക മേഖല എങ്ങനെയാ, നന്നായിട്ട് പോകുന്നുണ്ടോ? അല്ല, കാർഷിക മേഖല വളരെ മോശമാണ്. പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. നമുക്ക് 18% ആളുകളാണ് അതിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഞാൻ പഠിച്ച സമയത്ത് ഇപ്പോഴും പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. റവന്യൂ വളരെ കുറവാണ്. അത് ഇപ്പോൾ പാഡി കൾട്ടിവേഷൻ തന്നെ എടുത്താലും ഏർപ്പെട്ടിരുന്ന കൃഷിഭൂമിയെല്ലാം കുറഞ്ഞ് 8 ലക്ഷത്തിൽ കൂടുതലുണ്ടായിരുന്നത് ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ താഴെയായിട്ട് കുറഞ്ഞു കൃഷിഭൂമി, പാഡി കൾട്ടിവേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും കൃഷിയെ ശ്രദ്ധിക്കുന്നില്ല ഗവൺമെൻറ്. പബ്ലിക് പോളിസിയിൽ, ബജറ്റിൽ കൃഷിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വളരെ കുറവാണ്.
അപ്പോൾ അത് ഇനിയിപ്പോൾ ഹെൽത്ത് എടുത്താൽ അതിനേക്കാളും മോശമാണ് ഹെൽത്തിൻ്റെ കാര്യം കേട്ടോ. ഓക്കെ, ഹെൽത്ത് താൻ പഠിച്ച മേഖലയായതുകൊണ്ട് അപ്പോൾ അതിനൊക്കെ ഇതൊക്കെ നന്നായി പഠിച്ച് ടെസ്റ്റിന് പോയി ഉറപ്പായിട്ടും ജോലി കിട്ടണമെങ്കിൽ ഈ ബജറ്റ്, ഇപ്പോൾ ബജറ്റ് വരാൻ പോവുക, ഈ ബജറ്റിൻ്റെ ഒരു കോപ്പി എടുത്ത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. എങ്ങനെയാണ് കൃഷി, അതായത് ഇപ്പോൾ ഇതെടുത്താൽ നിങ്ങൾ എന്താണ് റവന്യൂ ഡെഫിസിറ്റ്, എന്താ ഫിസിക്കൽ ഡെഫിസിറ്റ്, എന്താണ്, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റവന്യൂ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ, വാട്ട് ആർ ദ മേജർ ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ, പറയാമോ? വാട്ട് ആർ ദ മേജർ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, അത് പറയണ്ട. പിന്നെ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ? ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വരുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതിൽ തന്നെ നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ഏറ്റവും കൂടുതൽ സാലറി, പെൻഷൻ, പിന്നെ എമർജൻസി ആയിട്ട് പ്രകൃതിക്ഷോഭങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും. ഇതിനേക്കാളൊക്കെ കൂടുതലുള്ള വേറൊരു ഐറ്റം ഉണ്ട്. സാലറി കഴിഞ്ഞിട്ട് പെൻഷനും സാലറിയും കഴിഞ്ഞ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഓക്കെ, സെക്കൻഡ് വരുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇൻട്രസ്റ്റ് അതൊക്കെ ഇത് നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സോ മച്ച്. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് തന്നെ നോക്കുക. ഇൻട്രസ്റ്റ് പേയ്മെന്റിന് മാത്രം മാറ്റി വെച്ചിരിക്കുന്നത് എത്ര എമൗണ്ട് ആണെന്ന് അറിയാമോ? അതായത് 16%. ഓക്കെ, ഓഫ് വാട്ട്? 16%. ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 16%. അതുപോലെ GSDP എന്താണ്? ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് എത്രയാണെന്ന് പറയാമോ ഈ ബജറ്റിലെ? അതായത് നമ്മൾ 14 lakh crore 27,145 crore. ഓക്കെ, അതൊക്കെ നോക്കി വെക്കണം. അപ്പോൾ അതിനാ ഈ ബജറ്റ് ഇൻ ബ്രീഫിൻ്റെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്ത്, അപ്പോൾ എല്ലാ മേഖലയിലുണ്ട്. ഞാൻ മെയിൻസിൽ നന്നായിട്ട് പഠിച്ചായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്ത് ഇപ്പം 2 ദിവസം കൊണ്ടാണ് വീണ്ടും ഞാൻ എടുത്തത്. അപ്പം മറന്നുപോയി അത്. ഓക്കെ, അപ്പോൾ അത് നന്നായി പഠിക്കണം കേട്ടോ. അത് പഠിച്ചു വെച്ചാൽ പോരാ, ഇപ്പം ബജറ്റ് വരും, അപ്പം പുതിയ ബജറ്റ് ഇൻ ബ്രീഫും ഡൗൺലോഡ് ചെയ്ത് ഇന്റർവ്യൂവിന് ശേഷം അല്ല അതിന് മുന്നേ ബജറ്റ് വരികയാണെങ്കിൽ അതും പഠിക്കും. 29-ാം തീയതി ബജറ്റ് എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 30-ാം തീയതി തന്നെ തനിക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ച് പഠിച്ചു പോകണം, അപ്പോഴാണ് അപ്ഡേറ്റഡ് ആകുള്ളൂ. അപ്പോൾ അങ്ങനെ ഓക്കെ. ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്നോട് പറഞ്ഞു. റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നോൺ പ്ലാൻ, അപ്പോൾ അതിൽ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഓക്കെ. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ പ്ലാൻ എക്സ്പെൻഡിച്ചർ, അതാണല്ലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പ്ലാൻ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ? നമ്മുടെ പഞ്ചവത്സര പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതിയൊക്കെ BJP ഗവൺമെന്റ് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, എങ്കിൽ തന്നെയും എന്ത് വെച്ച് പദ്ധതി വേണ്ടെന്ന് വെച്ചെങ്കിലും പ്ലാൻ എക്സ്പെൻഡിച്ചർ, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഗോയിങ് ഓൺ. അത് എന്തൊക്കെ സോഴ്സസിലാണ്? ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിലാണ് വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പം സ്കൂൾ ബിൽഡിംഗ്. അപ്പോൾ ശരി, സമയം നമ്മുടെ ആയിക്കൊണ്ടിരിക്കുക. അത് കാരണം കൊണ്ട് ഷിഫ്റ്റ് ടു സർ. സബിനയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ്? ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. എൻ്റെ ഹസ്ബൻഡ് ഇല്ലാതെ എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് ആ സിറ്റുവേഷൻ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി എന്ത് സിറ്റുവേഷൻ വന്നാലും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക്. യു ആർ കോൺഫിഡൻറ്റ് ഇൻ ഫേസിങ് ചലഞ്ചസ്. യെസ് സർ. ഒരു നിമിഷം പറഞ്ഞോട്ടെ, അത് എന്തുകൊണ്ടാണെന്ന് ഷപ്നയ്ക്ക് മനസ്സിലായോ? ഒരമ്മ 4 കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മ ഒരിക്കലും തോക്കില്ല. ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് അമ്മ ശക്തി സംഭരിക്കും. അത് പ്രകൃതി. അതുകൊണ്ടാണ് ഗർഭപാത്രം. ഫസ്റ്റ് എൻ്റെ 4 മക്കളാണെങ്കിലും 2 പ്രസവമേ ഉണ്ടായിട്ടുള്ളൂ. ഫസ്റ്റ് എനിക്ക് ട്രിപ്ലറ്റ്സ് ആണ്. 3 മക്കൾ ഒരേ പ്രായമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, എന്തുകൊണ്ടാണ് ദൈവം അഥവാ പ്രകൃതി എന്ന് വെക്കുക? ഗർഭപാത്രം ഒരു സ്ത്രീയിൽ വെച്ചിരിക്കുന്ന സ്ത്രീ ഭൂമിയോളം ക്ഷമിക്കുന്നവളും സഹിക്കുന്നവളും. അത് എപ്പോഴും മനസ്സിലോർത്ത് വെച്ചു. ആ സ്ട്രെങ്താണ്, കുഞ്ഞുങ്ങളോടുള്ള ആ സ്നേഹമാണ് തന്നെ ഇത്ര ശക്തയാക്കിയത്. ഓക്കെ സർ, സോറി. ഓക്കെ. പക്ഷേ പിന്നെ സബിനയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്തിനെ സബിന ഒരു വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. അതേതായിരിക്കും? സ്ട്രെങ്ത് ഇറ്റ് ഈസ് എ സ്ട്രെങ്ത് ഫോർ യു, പക്ഷേ സബിനെ അതിനെ അനലൈസ് ചെയ്യുന്നത് വീക്ക്നെസ് ആയിട്ടാണ്. ഏതാണ്? ഞാൻ വീക്ക്നെസ് പോലെ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ ഇച്ചിരി ടോക്കറ്റീവ് ആണ്. ഞാൻ പെട്ടെന്ന് വലിയ പരിചയമില്ലാത്ത ആളുകളോടൊത്ത് പെട്ടെന്ന് ഞാനങ്ങ് ഫ്രണ്ട്ലി ആവും. അങ്ങനെ ദോഷമാണോ? ദോഷമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്ത സംസാരം ചിലപ്പോൾ ഞാൻ ചിലയിടത്ത് കൊടുക്കാറുണ്ട്. അതും ഒരാളുമായിട്ട് ഫ്രണ്ട്ലി ആകുന്നതും ആവശ്യമില്ലാത്ത സംസാരം കൊടുക്കുന്നതും നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, രണ്ടും രണ്ടാണോ?
നമ്മൾ ഒരാളുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നു, ഇന്ററാക്ടിങ് വിത്ത് അതർ പേഴ്സൺ ഇൻ എ ഫ്രണ്ട്ലി മൂഡ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് രണ്ടും ഒന്നാണോ രണ്ടാണോ? രണ്ടാണ് സാർ. അത് ചില സമയത്ത് അത് എങ്ങനെയാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് സബിന? നമുക്കിപ്പം ഒരാളിനോട് പറയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും, ഇപ്പോൾ ഒരാൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോകുന്നു, എന്ത് പർപ്പസിന് പോകുന്നു എല്ലാം ചിലപ്പോൾ ഞാൻ പറയും. അങ്ങനെ അപ്പം എൻ്റെ പലരും അതാണ് നമ്മുടെ നെഗറ്റീവ് ആണ്. ഞാൻ അങ്ങനെ പക്ഷേ കൺട്രോൾ അതിന്റെ ആദ്യത്തെ ഭാഗം എന്താണ് സബിനയ്ക്ക്? അത് പോസിറ്റീവാണ്. ആക്ച്വലി അത് പോസിറ്റീവാണ്. ഭയങ്കര സോഷ്യൽ ഒരു സ്വഭാവമാണ് എനിക്ക്, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വഭാവമാണ്. പക്ഷെ ആവശ്യമില്ലാത്ത ഇത് അതുകൊണ്ട് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? കൺട്രോൾ ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്ത് വരുത്തണം? ചേഞ്ച് വരുത്തണമെന്ന് സമയക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായി. ആസ് എ ഡോക്ടർ നമ്മളെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയുഷ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ആയുഷിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക സമയക്ക്? ആയുഷ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്? 2016 ആയുഷ് ഇത് അങ്ങനെ ഒരു വിങ്ങായിട്ട് തന്നെ നന്നായിട്ട് ഡെവലപ്പായി വന്നത്. കേന്ദ്രത്തിൽ നിന്നാണ് അതിൻ്റെ ഇത്. ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇത് 4ഉം കൂടെ കണക്ട് ചെയ്ത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിൽ 4ഉം കൂടെ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇത് 4 പേരാണ്. അപ്പം ഇതിൻ്റെ ഫർദർ ഡെവലപ്മെന്റിന് ഓൾട്ടർനേറ്റീവ് കാര്യം ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് ഇത് 4 ഹോമിയോ അല്ല എങ്കിലും ആയുർവേദം, സിദ്ധ മെയിനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നേരത്തെ ISM-ലൊക്കെ ഓരോ പഞ്ചായത്തിൽ ഓരോ ഡിസ്പെൻസറികളേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ആയുഷിൻ്റെ കീഴിലും കുറേ ഉണ്ട്. ആളുകൾക്ക് കൂടുതൽ അതിൻ്റെ ഗുണങ്ങൾ എത്തിക്കുക എന്നുള്ള രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആരോഗ്യരംഗത്ത് ഒരു വലിയ ചേഞ്ച് നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ട്, ഹെൽത്ത് പോളിസിയുടെയൊക്കെ ഭാഗമായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അതെന്തായിരിക്കും എന്ന് പറയാമോ? നേരത്തെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈവൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും കുറേയധികം പോളിസി ചേഞ്ചുകൾ വരികയും സ്ഥാപനങ്ങളുടെ പേരുകൾ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്? നമ്മുടെ എല്ലാ ഡിസ്പെൻസറികളുടെയും പേര് മാറിയായിരുന്നു. എന്താണത്? എന്തായിട്ടാണ് മാറിയത്? എങ്ങനെയാണ് മാറിയത്? എന്താണ് ആ പോളിസി ചേഞ്ച്? അതെന്താണെന്ന് പേര് മാറിയത് ഞാൻ അത് ആ സമയത്ത് ശ്രദ്ധിച്ചായിരുന്നു സാർ. എനിക്കിപ്പോൾ പേര് കിട്ടുന്നില്ല. എല്ലാം ഹിന്ദിയിലൊക്കെ ഉള്ള പേരൊക്കെ മാറി, എല്ലാം ഒരുപോലെ ആക്കിയായിരുന്നു. നാഷണൽ ലെവലിൽ ഒരുപോലെ ആക്കി, എല്ലാം ഹിന്ദിയിലാക്കി. അതൊരു പോളിസി ചേഞ്ച് ആണ്. അതെ. പിന്നെ ഇപ്പം എല്ലാം പ്രധാനമന്ത്രി എന്ന് വെച്ചിട്ടാണല്ലോ ഇപ്പം എല്ലാം ചെയ്യുന്നത്. പ്രധാനമന്ത്രി അത് മോശമാണോ? അല്ല, നല്ലതാണ്. പക്ഷേ അത് മോശം. എല്ലാം മാറ്റുന്നത് ശരിയല്ല. ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഒരാളുടെ പേരിൽ കൊണ്ടുവരുന്നത് അത് ഞാൻ പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഷബ്ന, എന്ത് ഷബ്ന എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഷബ്ന വീട്ടുകാർ അർത്ഥം നോക്കി എല്ലാ വാപ്പാടെയും ഉമ്മാരെയും പേര് വെച്ചിട്ട് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടൊക്കെ ഇട്ടതാണ്. ഇതിന് വല്ല അർത്ഥമുണ്ടോ? ഞാൻ നോക്കിയപ്പോ പണ്ട് വാട്ടർ ഡ്രോപ്ലെറ്റ് എന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമായിരുന്നു. പ്യൂരിറ്റി, ബ്യൂട്ടി എന്നൊക്കെ അർത്ഥം. ബ്യൂട്ടി അത് സബൈന ബ്യൂട്ടിയാണ്. സബ്ന ഇങ്ങനെ ജലഗണം വാട്ടർ ഡ്രോപ്ലെറ്റ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഷബ്ന എന്ന് പറഞ്ഞൊരു പാട്ടുകാരിയുണ്ട്, ഷബ്ന മാപ്പിളപ്പാട്ടുകാരി. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഷബ്ന സിനിമാ പാട്ട് പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്? അറിയാൻ വയ്യ. കേട്ടിട്ടില്ല? വെണ്ണില ചന്ദനക്കിണ എന്നുള്ള പാട്ട് കേട്ടോ? ഷബ്ന പാടിയ പാട്ടാണ്. റൈറ്റ്. പിന്നെ ചിക് 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 പുയിലെ എന്ന് വിളിക്കും മയിലെ ചുക്കരിയ പാട്ട്, അതെല്ലാം ഷബ്നയുടെ പാട്ടുകളാണ്. റൈറ്റ്, വെരി ഗുഡ്. ആയുർവേദ കോളേജിൽ പഠിച്ചു അല്ലേ? അതെ സാർ. ആയുർവേദ കോളേജ് എന്നാ സ്ഥാപിക്കപ്പെട്ടെന്ന് അറിയാമോ? 1889. ഞാൻ അവിടെ പഠിക്കുമ്പോഴായിരുന്നു 125ാം വാർഷികം. ഓക്കെ, വെരി ഗുഡ്. ഈ അടുത്ത കാലത്ത് ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ് ആയുർവേദക്കാർക്കും സർജറി നടത്താം എന്നൊരു പെർമിഷൻ കൊടുത്തു. അതൊരു കോൺട്രവേഴ്സ്യലായി. എന്താ താങ്കളുടെ അഭിപ്രായം? അത്തരമൊരു ശരിക്കും നമുക്ക് സർജറി ഉണ്ട്. BAMS എന്ന് പറയുന്നത് തന്നെ സർജറി, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആയിട്ട് സർജറിയാണ്. നമുക്ക് സർജറി PG ഉണ്ട്. പിന്നെ പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സർജറി നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്തത് തന്നെ സുശ്രുതാചാര്യനാണ്. റൈനോപ്ലാസ്റ്റി ആണ് ചെയ്തത്. മെഡിക്കൽ കോളേജിൻ്റെ അവിടെയൊക്കെ പുള്ളിൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പം സർജറി ചെയ്യാം, പക്ഷേ നമ്മുടെ എന്തായി ആന്റിബയോട്ടിക് ആയിട്ടും പിന്നെന്തായി കോൺട്രവേഴ്സി വരുന്നത്? കോൺട്രവേഴ്സി വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർജറി എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്, അനസ്തേഷ്യ, നമ്മുടെ ഇവിടെയും പൈൽസ് സർജറി ഒക്കെ ചെറിയ മൈനർ സർജറികളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആന്റിബയോട്ടിക് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആയുർവേദത്തിൽ ആന്റിബയോട്ടിക് ആയിട്ടുള്ള അത്ര എഫക്റ്റീവ് അല്ല മെഡിസിൻസ്. ഉണ്ട് മെഡിസിൻസ്, പക്ഷെ അത്ര എഫക്റ്റീവ് അല്ല. അപ്പൊ പിന്നെ മറ്റേവരും എന്തായാലും പ്രശ്നം ഉണ്ടാക്കും. പിന്നെ വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സ്കിൽഡ് അല്ലാത്തവരും, മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതിക്കാർ, അത് അവരുടെ ഒരു മേഖലയാണ്. അലോപ്പതി എന്നൊക്കെ പറയാം, മറ്റവരൊന്നും പറയാം നല്ല ലാംഗ്വേജ്. ഓക്കെ നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ എന്താണ് നമ്മൾ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹെൽത്ത് മേഖല, വിദ്യാഭ്യാസ മേഖല എന്നൊക്കെ, ആരോഗ്യ മേഖല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ മെച്ചപ്പെട്ട അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ എന്ത് പകർച്ചവ്യാധി വന്നാലും അത് കേരളത്തിലെ ആൾക്കാരെ ഉപദ്രവിക്കാതെ പോകാറില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം പകർച്ചവ്യാധി വ്യാപകമായിട്ട് വരുന്നത്? ഭയങ്കര അക്കൗണ്ടബിൾ ആണ്. എന്ത് വന്നാലും പെട്ടെന്ന് എല്ലാവരും അറിയും. അത് നമ്മുടെ ആശാ വർക്കർ ആയാലും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. മറ്റ് ആളുകളെ പോലെ സെൽഫ് ട്രീറ്റ്മെന്റ് കുറവാണ്. വേറെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ ഫെസിലിറ്റി കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എല്ലാവരും അറിയുന്നത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണെന്നാണ് എനിക്ക്. അല്ലാതെ വൾണറബിലിറ്റി ഇല്ല നമ്മുടെ ആളുകൾക്ക്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരുപാടുണ്ട്. ഒരുവിധം ഇവിടെ നമ്മൾ കേരളം ഡയബറ്റിക്സിന്റെ ക്യാപിറ്റലുകളിൽ ഒന്നാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനത്തൊക്കെയാണ്. എന്തുകൊണ്ടാണത്? അത് എല്ലാവരുടെയും പൈസയുണ്ട്, എല്ലാവരും നല്ല ഫുഡ് കഴിക്കുന്നു, വ്യായാമം ഇല്ല, എല്ലാവരുടെ ലൈഫ് സ്റ്റൈലിൽ കൃഷിയും കാര്യങ്ങളൊന്നും കുറവാണല്ലോ. കൺസപ്ഷൻ ആ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റേറ്റ് പോകുന്നത്. സ്റ്റേറ്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഇതിനകത്ത്? സ്റ്റേറ്റിന് കൂടുതലും അതിനുള്ള നന്നായിട്ട് ബോധവൽക്കരണം, എക്സസൈസ് ചെയ്യാനും അതിനുള്ള വയസ്സായ ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്തെല്ലാം സജഷൻസ് പറയാൻ പറ്റും? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ കുട്ടികൾക്ക്, എൻ്റെ മക്കൾ ഉൾപ്പെടെ വളർന്നു വരുന്നൊരു സമൂഹത്തിന് യോഗ മസ്റ്റായിട്ടും അവർക്കൊരു എഡ്യൂക്കേഷൻ്റെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ നന്നായിട്ട് അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അത് അവർക്കൊരു അവരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ ലൈഫിൽ അവർ ഉറപ്പായിട്ടും അത് ചെയ്യും. ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ നമുക്കൊരു സംഭവമാണ്, അതിന് നമ്മുടെ അഭിപ്രായം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പക്ഷെ അത് ചെയ്താൽ നല്ലതായിരിക്കും. യോഗ, വേറൊന്നും ഞാൻ പറയുന്നില്ല, യോഗ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഈ നമ്മുടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലൊട്ടാകെ പല സ്ഥലത്തും ഡോക്ടർമാർ ഇങ്ങനെ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട്, ചിലപ്പോൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നടന്നു. ഈ എന്താണ് ഇവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങളൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങളിലേക്ക് വരാം. എന്താണ് വാട്ട് ഈസ് എ പ്രോബ്ലം ആൻഡ് വാട്ട് ഈസ് സൊല്യൂഷൻ? നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങൾ, ഓരോ കാഷ്വാലിറ്റി കേസുകളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ ആള് നോക്കി അവരെങ്ങനത്തെ ആളാണെന്ന് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മാക്സിമം പ്രൊട്ടക്ഷൻ, കുറച്ചുകൂടെ സേഫ്റ്റി എങ്ങനെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കാൻ പറ്റും? ഇവർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ആള് എന്താണെന്നൊക്കെ ഒരു കൂടെ ആരെങ്കിലും ഒക്കെ കുറച്ച് സെക്യൂരിറ്റീസ് ഒക്കെ പോലെയുള്ളവരൊക്കെ ഒന്നുണ്ടെങ്കിൽ സാധ്യമാണോ? സാധ്യമാണോന്ന് ചോദിച്ചാൽ ആണ് സാർ. ഒരു ഇപ്പൊ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു സെക്യൂരിറ്റി ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഈ രാത്രിയൊക്കെ വരുന്ന, പകല് ഒരുപാട് ആളുണ്ട് കുഴപ്പമില്ല, പക്ഷെ രാത്രി സമയങ്ങളിൽ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റീസിനെയൊക്കെ അനുവദിച്ചാൽ നന്നായിരിക്കും. ഡോക്ടർ വന്ദനാദാസിനെ അറിയാമോ? അതെ, അസീസിയ കോളേജിൽ പ്രശ്നമുണ്ടായ മരണപ്പെട്ടു ആ കുട്ടി. ഓക്കെ, ഞാനതെല്ലാം മാറ്റുകയാണ്. സബിനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള 5 കാരണങ്ങൾ പറ. വൈ യു ഷുഡ് ബി പോസ്റ്റഡ് ദെയർ ആസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. 5 കാരണങ്ങൾ. ഐ ആം കോമ്പിറ്റൻറ്റ് ഫോർ ദാറ്റ്. അത് പ്രൂവ് ചെയ്യുന്ന 5 കാരണങ്ങൾ പറഞ്ഞാൽ മതി. ഒന്ന്, ജോബിൽ എന്താണോ എൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്ന ജോലി അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. മാക്സിമം സിൻസിയറായിട്ട് തന്നെ ചെയ്യും. വെരി ഗുഡ്. ടൈം ബൗണ്ട് ആയിട്ട് ഞാൻ ചെയ്യും. വെരി ഗുഡ്. പിന്നെ വേറെ അതിൽ വേറെ എന്താ കള്ളത്തരങ്ങളോ അങ്ങനെയൊന്നും ഓണസ്റ്റ് ആയിരിക്കും. പിന്നെ അതിപ്പം വേറെ എന്താ പറയുക, പഠിച്ചു ചെയ്യോ പഠിക്കാതെ ചെയ്യോ? പഠിച്ചു തന്നെ ചെയ്യും. നമുക്ക് അറിയാത്ത കാര്യങ്ങളാവുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കാൻ ശ്രമിക്കും. സബിനയുടെ സ്വഭാവത്തിലെ 1-2 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ സബിനയ്ക്ക് റാങ്കിൽ വളരെ ഉയർന്ന മുകളിലോട്ട് വരാൻ പറ്റും. ഏതൊക്കെയാണ്? ഇപ്പം സബിന റാങ്ക് ലിസ്റ്റിൽ വരും. പക്ഷേ ഈ 1-2 കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ സബിന കൂടുതൽ ഹയർ റാങ്കിലോട്ട്, ടോപ്പ് റാങ്കിലോട്ട് വരാൻ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റ് ആണ്. ഏതൊക്കെയായിരിക്കും ഒഴിവാക്കേണ്ടത്?
പേടിയുണ്ടോ? ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. പേടി അങ്ങനെ ഇല്ല. ഇല്ല. പിന്നെ അതിന് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിന്? പിന്നെ അറിയില്ല സാർ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സവനയുടെ ഈ ബോഡി ലാംഗ്വേജിലുള്ള ഒരു ചെറിയ പ്രശ്നം എന്താ പറയുക, സവന ഇങ്ങനെ മുമ്പോട്ട് ഈ പൊക്കും ഇങ്ങനെ മുമ്പോട്ട് വരുന്നതൊക്കെ ക്ലാസ്സിലിരുന്നിരുന്ന് അങ്ങനെ ക്ലാസ്സിലിരുന്നിരുന്നുള്ളൊരു ശീലം. നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? കമ്പോസ്ഡ് ആയിട്ടിരിക്കണം. അതിനകത്ത് ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ എന്ത് വരുത്തണം? ചെറിയ ചേഞ്ച് വരുത്തണം. അതർവൈസ് യു ആർ കോൺഫിഡൻറ്റ്, യു ആർ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, യു നോ സബ്ജക്റ്റ്. അറിഞ്ഞൂടാത്ത കാര്യങ്ങളും അറിഞ്ഞൂടാന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അറിയാതെ ഈ ബോഡി ലാംഗ്വേജ് എന്താകുന്നുണ്ട്, നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ സ്റ്റൂപ്പ് ചെയ്തു ഡോണ്ട് ബെൻഡ് യുവർ ബോഡി ബട്ട് റേസ് യുവർ വോയിസ് എന്നാണ് പറയുന്നത്. നമ്മൾ ശബ്ദം ഉയർത്തുക, ബോഡി ബെൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയാൽ തന്നെ യു ക്യാൻ കുറച്ചുകൂടി ചെയ്യാൻ പറ്റും. പിന്നെ ആ സ്ട്രെങ്ത് എഴുതുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ഒരു സാധനം എഴുതിയിട്ടില്ല. ഐ ആം ഓണസ്റ്റ്, ഐ ആം ഹാർഡ് വർക്കിംഗ്, ഐ ആം ഗുഡ് അറ്റ് ടേക്കിംഗ് ഡിസിഷൻസ്. അപ്പം അടുത്ത രണ്ടാമത് ഇമ്പ്രൂവ് ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? സ്ട്രെങ്ത് എഴുതുന്നതിനകത്ത് നമുക്ക് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ബി ഇൻ ദ ടോപ്പ് റാങ്ക്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എനിക്ക് ഇനി അധികം പറയാനില്ല. അധികം പറയാൻ വെച്ചാൽ സമയം ഒത്തിരിയായി, അത് കാരണമുണ്ട്. അപ്പോൾ ഓക്കെ, ഗെറ്റ് എ വെരി ഗുഡ് റാങ്ക്. താങ്ക് യു. യാ, ഗെറ്റ് ഇൻ ടു ദ സർവീസ്. താങ്ക്സ്. ഓക്കെ. ഷബന നന്നായിട്ട് പെർഫോം ചെയ്തു ഇൻ്റർവ്യൂവിൽ. യാതൊരു ഫിയറും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ പറയുന്നില്ല, ചോദിച്ചതിനൊക്കെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ പറ്റിയിരുന്നു. ഈ സിറ്റിംഗ് പോസ്റ്റർ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കുക പ്രശ്നമൊന്നുമില്ലല്ലോ, മുമ്പോട്ട് വരുന്നുണ്ട് കൂടെ. വണ്ടി ഓടിക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം. അത് ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കണം, റൈറ്റ്? കാരണം വെച്ചാൽ നിങ്ങൾ പോസിറ്റീവാണ്, നിങ്ങൾ ചിരിക്കുന്നുണ്ട്, കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല ക്വാളിറ്റീസാണ്. ബയോഡാറ്റ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ അവർ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ നിങ്ങൾ സിംഗിൾ പേരൻ്റ് ആണെന്നൊക്കെയുള്ള കാര്യം പറയാം. മനസ്സിലായില്ലേ? അത് ഒരു പോസിറ്റീവായിട്ട് അവിടെ അന്നേരം ഗുണം കിട്ടിയേക്കാം. അങ്ങനെ വരുമ്പോൾ അവർ ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. ആയുർവേദ ഡോക്ടർ എന്തിനാണ് സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലറിക്കൽ ജോലിക്ക് വരുന്നതെന്ന് ചോദിക്കും. അതിന് കൃത്യമായ ഒരു മറുപടി കണ്ടുവച്ചോളണം, കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി കണ്ടുവച്ചോളണം. അത് ആ തരത്തിൽ കൊടുക്കുകയും വേണം. മനസ്സിലായി? അത് നമുക്ക് ഹെൽത്ത് മേഖല ഒരുപാട് ഹെൽത്തിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ പോളിസി മേക്കിങ്ങിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള 2-4-5 പോയിന്റുകൾ ഉൾപ്പെടുത്തി കൊടുക്കണം, റൈറ്റ്? അങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബി കൺവിൻസ്ഡ്, റൈറ്റ്? പിന്നെ മാഡം പറഞ്ഞ ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടി ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട തരത്തിൽ വളർത്തിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. സാറേ, അതിന് ലാസ്റ്റ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പിന്നെ ഒന്നിൽ ഇങ്ങനെ തലയാട്ടണം അല്ലെങ്കിൽ ഇങ്ങനെ തലയാട്ടണം. ഈ തലയാട്ടൽ നമുക്ക് ഇവിടുത്തെ ഇൻ്റർവ്യൂകൾക്ക് വലിയ പ്രശ്നമല്ലെങ്കിലും ബോഡി ലാംഗ്വേജ് എക്സ്പേർട്ടുകൾ ഇരിക്കുന്ന സ്ഥലത്തുള്ള ഇൻ്റർവ്യൂവിനകത്ത് ഹൗ യു ആർ നോഡിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ മലയാളികളാണ് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വളരെ ഇഷ്ടപ്പെട്ടു തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് പറയും. ഈ ബോഡി ലാംഗ്വേജ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് വാട്ട് യു ആർ ടെല്ലിങ് ലൈക്ക് ദിസ് ഈസ് നെഗറ്റീവ്, യു ആർ ഡിസഗ്രീയിങ് വിത്ത്, ആൻഡ് ദിസ് ഈസ് ഹൗ യു ആർ എഗ്രീയിങ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ അവർക്ക് എന്തോ തോന്നും, നെഗറ്റീവ് ആണെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന അവരെന്ത് ചെയ്യും? പോസിറ്റീവ് ആണെന്ന്. അപ്പോൾ ഈ മുമ്പോട്ടായുന്നതും തല ഇങ്ങോട്ട് ഒരു 2 സ്ക്രൂ ഇവിടെ കൊടുത്തേക്കും, പെടലിക്ക് 2 സ്ക്രൂ. എൻ്റെ അഭിപ്രായത്തിൽ നോഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അഥവാ ചെയ്താലും എന്ത് ചെയ്യാവും? അങ്ങനല്ല, അങ്ങനെ SR പറഞ്ഞ SR എന്നൊക്കെ പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാം. ഓക്കെ, വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു.